നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കർണാടക ബണ്ട്വാളിൽ പ്രണയനൈരാശ്യത്തെ തുടർന്ന് 21-കാരിയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതി പിടിയിൽ. വാമഞ്ചൂർ പച്ചനാടി സ്വദേശി ചേതനാണ് പിടിയിലായത്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ റാഗിംഗ് പരാതിയിൽ 13 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു. 1-ാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ് റാഗിംഗിനിരയായത്. ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കിടെ 9 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് മാർച്ച് നടത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെ കേസ്. 9 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ ഉത്തരവാദികളായവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് നാഷണൽ യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് ജനറൽ ആശുപത്രിക്ക് മുന്നിലേക്ക് മാർച്ചും ധർണയും നടത്തി. കർക്കിടകത്തിലെ ആദിവ്യാധികൾ അകറ്റാൻ കർക്കിടക തെയ്യങ്ങൾ ദേശസഞ്ചാരം തുടങ്ങി. കർക്കിടക തെയ്യങ്ങൾ വീടുകളിൽ എത്തുന്നതോടെ വീടുകളിലെ ആദിവ്യാധികൾ ഒഴിഞ്ഞു എന്നതാണ് വിശ്വാസം. രാമായണ മാസത്തിന് തുടക്കമായി. ഇനിയുള്ള 1 മാസക്കാലം ക്ഷേത്രങ്ങളിൽ പാരായണങ്ങളാൽ മുഖരിതമാകും. പൊതുമേഖലാ ബാങ്കുകൾ സ്വകാര്യവൽക്കരണവും ലയിപ്പിക്കാനുമുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നാവശ്യം. ബാങ്ക് ദേശോദ്ഘാടന ദിനാചരണത്തിന്റെ ഭാഗമായി സ്റ്റേറ്റ് ബാങ്ക് മേഖലാ ഓഫീസ് പരിസരത്ത് ബഹുജന കൂട്ടായ്മയും ധർണയും നടന്നു. വാർത്തകൾ വിശദമായി. കർണാടക ബണ്ട്വാളിൽ പ്രണയനൈരാശ്യത്തെ തുടർന്ന് 21-കാരിയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതി പിടിയിൽ. വാമഞ്ചൂർ പച്ചനാടി സ്വദേശി ചേതനാണ് പിടിയിലായത്. ബണ്ട്വാൾ ഉള്ളിഗ്രാമിലെ ബാലപ്പഗൌഡയുടെ മകൾ ലാവണ്യയാണ് പ്രതി. ബണ്ട്വാൾ KSRTC ബസ് സ്റ്റാൻഡിൽ വെച്ച് പട്ടാപ്പകൽ വെട്ടിക്കൊലപ്പെടുത്തിയത്. കർണാടക ബണ്ട്വാളിൽ പ്രണയ നൈരാശ്യത്തെ തുടർന്ന് 21-കാരിയെ പട്ടാപകൽ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതി പിടിയിൽ. വാമഞ്ചൂർ പച്ചനാടി സ്വദേശി ചേതനാണ് പിടിയിലായത്. ബണ്ട്വാൾ ഉള്ളിഗ്രാമിലെ ബാലപ്പഗൌഡയുടെ മകൾ ലാവണ്യയാണ് കൊല്ലപ്പെട്ടത്. ബണ്ട്വാൾ KSRTC ബസ് സ്റ്റാൻഡിൽ വെച്ച് പട്ടാപകൽ അതിക്രൂരമായാണ് പ്രതി ലാവണ്യയെ വെട്ടിക്കൊലപ്പെടുത്തിയത്. 4 വർഷം മുൻപ് ഇരുവരും തമ്മിൽ പ്രണയത്തിലായിരുന്നു. പിന്നീട് പ്രണയത്തിൽ നിന്നും പെൺകുട്ടി പിന്മാറുകയായിരുന്നു. ഇതിലുള്ള പകയാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. കൊലപാതകത്തിനു ശേഷം പെൺകുട്ടിയുടെ പിതാവിനെ ചേതൻ ഫോൺ വിളിച്ച് മകളെ കൊലപ്പെടുത്തിയെന്നും താൻ ആത്മഹത്യ ചെയ്യുകയാണെന്നും അറിയിച്ചിരുന്നു. ബെൽത്തങ്ങാടി ഒഡിലനൽ സ്വദേശിയായ പ്രതി ചേതനെ നാടകീയമായാണ് പോലീസ് പിടികൂടിയത്. മംഗളൂരുവിന് സമീപം വാമഞ്ചൂർ പച്ചനാടിയിൽ വെച്ചാണ് ഇയാൾ പിടിയിലായത്. ನಿನ್ನೆ ದಿವಸ ಸಂಜೆ ವೇಳೆಯಲ್ಲಿ ಬಂಟ್ವಾಲ್ ಪೊಲೀಸ್ ಸ್ಟೇಷನ್ ವ್ಯಾಪ್ತಿನಲ್ಲಿ ಒಂದು ಮರ್ಡರ್ ಆಗಿದೆ. ಅದರಲ್ಲಿ ಲಾವಣ್ಯ ಎಂದು ಒಂದು 21 ವರ್ಷದ ಹುಡುಗಿಯನ್ನು ಯಾರೋ ಒಬ್ಬ ವ್ಯಕ್ತಿ ಮರ್ಡರ್ ಮಾಡಿದ್ದಾನೆ ಎಂದು ಒಂದು ದೂರು ಬಂದಿದೆ. ಅದರ ನಿಟ್ಟಿನಲ್ಲಿ ಬಂಟ್ವಾಲ್ ಟೌನ್ ಪೊಲೀಸ್ ಸ್ಟೇಷನ್ನಲ್ಲಿ ಕ್ರೈಮ್ ನಂಬರ್ 95/26 ಅಂಡರ್ ಸೆಕ್ಷನ್ 78/126 ಮತ್ತು 103 BNS ಪ್ರಕಾರ ಕೇಸ್ ದಾಖಲು ಮಾಡಿ ಕೊಲ್ಲಲಾಗಿದೆ. ಅದು ಎನ್ಕ್ವೈರಿ ಸಂದರ್ಭದಲ್ಲಿ ಅವಳನ್ನು ಮರ್ಡರ್ ಮಾಡಿರೋದು ಅವಳ ದೂರದ ರಿಲೇಟಿವ್ ಆಗಿದ್ದ ಚೇತನಂದ ಒಬ್ಬನು ಆ ಹುಡುಗಿಯನ್ನು ಏಕಪಕ್ಷವಾಗಿ ಲವ್ ಮಾಡ್ತಾ ಇದ್ದ. ಅವನೇ ಮರ್ಡರ್ ಮಾಡಿದ್ದಾನೆ, ತಲ್ವಾರನ್ನು ತಗೊಂಡು ಬಂದು ಎಂದು ಗೊತ್ತಾಗಿದೆ. ತದನಂತರ ಆರೋಪಿ ಪತ್ತೆ ಹಚ್ಚಲಿಕ್ಕೆ ವಿಶೇಷ ತಂಡಗಳನ್ನು ನೇಮಿಸಲಾಗಿದೆ. ಇವತ್ತಿನ ಬೆಳಗ್ಗೆ ಆರೋಪಿಯನ್ನು ಮ್ಯಾಂಗ್ಳೂರ್ನಲ್ಲಿ ಅವನನ್ನು ಸೆಕ್ಯೂರ್ ಮಾಡಿಕೊಳ್ಳಲಾಗಿದೆ. ತದನಂತರ ಅವನು ವಿಚಾರಣೆ ಮಾಡುವಾಗ ಅವನು ಇಲಿ ಪಾಶನ ತಗೊಂಡಿದ್ದಾಗ ಹೇಳಿರ್ತಾನೆ. ಈ ನಿಟ್ಟಿನಲ್ಲಿ ಅವನನ್ನು ಸರ್ಕಾರಿ ಆಸ್ಪತ್ರೆಯಲ್ಲಿ ಈಗ ಅಡ್ಮಿಟ್ ಮಾಡಲಾಗಿದೆ. ನಂತರ ಅವನನ್ನು ಅರೆಸ್ಟ್ ಪ್ರೊಸೀಜರ್ ಕಂಪ್ಲೀಟ್ ಮಾಡಿ ಈಗ ಲೀಗಲ್ ಮುಂದೆ ಕಾನೂನು ಕ್ರಮ ತಗೊಳ್ಳಲಾಗುವುದು.
വ്യാഴാഴ്ച വൈകിട്ട് ബണ്ട്വാൾ KSRTC ബസ് സ്റ്റാൻഡിൽ വെച്ചായിരുന്നു കൊലപാതകം. കല്ലടുക്കയിലെ ഒരു സ്വകാര്യ നഴ്സിംഗ് ഹോമിലെ ജീവനക്കാരിയാണ് കാക്യപ്പദവിനടുത്തുള്ള കൊടങ്കയിൽ താമസിക്കുന്ന ലാവണ്യ. നടക്കുന്ന കൊലപാതകത്തിന്റെ ദൃശ്യങ്ങൾ ഒരു യാത്രക്കാരനാണ് പകർത്തിയത്. ലാവണ്യയെ കൊലപ്പെടുത്തിയതിനു ശേഷം പ്രതി ചേതൻ ഓടി രക്ഷപ്പെടുന്നതും ദൃശ്യങ്ങളിൽ കാണാം. വീട്ടിലേക്ക് പോകുവാനായി ബസ് സ്റ്റാൻഡിൽ എത്തിയതായിരുന്നു ലാവണ്യ. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, മംഗളൂരു. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ റാഗിംഗ് പരാതിയിൽ 13 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു. 1-ാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ് റാഗിംഗിനിരയായത്. 2-ഉം 3-ഉം വർഷ ബിരുദ വിദ്യാർത്ഥികൾ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തി ദേഹോപദ്രവമേൽപ്പിച്ചുവെന്നാണ് പരാതി. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ വിദ്യാർത്ഥിയെ റാഗിങ്ങിനിരയാക്കിയതായി പരാതി. 1-ാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ് റാഗിങ്ങിനിരയായത്. സംഭവത്തിൽ 2-ഉം 3-ഉം വർഷ ബിരുദ വിദ്യാർത്ഥികളായ 13 പേരെ സസ്പെൻഡ് ചെയ്തു. പ്രിൻസിപ്പാൽ VS അനിൽകുമാറാണ് വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുത്തത്. ജൂലൈ 13-ന് കോളേജ് ക്യാമ്പസിൽ വെച്ചായിരുന്നു സംഭവം. ഒരു സംഘം വിദ്യാർത്ഥികൾ 1-ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിയെ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തുകയും ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തുവെന്നാണ് പരാതി. സംഭവത്തെ തുടർന്ന് വിദ്യാർത്ഥി രക്ഷിതാക്കളെ വിവരമറിയിക്കുകയും തുടർന്ന് കോളേജ് പ്രിൻസിപ്പലിന് പരാതി നൽകുകയുമായിരുന്നു. കോളേജ് അധികൃതർ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലാണ് ആരോപണ വിധേയരായ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തത്. റാഗിങ്ങിനിരയായ വിദ്യാർത്ഥി കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച് പ്രിൻസിപ്പലിന് പരാതി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വ്യാഴാഴ്ച ചേർന്ന ആന്റി റാഗിംഗ് സെൽ യോഗം പരാതി പരിശോധിച്ച് നടപടിക്ക് ശുപാർശ ചെയ്യുകയായിരുന്നു. ഇരയായ വിദ്യാർത്ഥി പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം കോളേജിൽ നിന്നും അച്ചടക്ക നടപടിയെടുത്ത വിദ്യാർത്ഥി ഉൾപ്പെടെ 4 പേർ പുറത്തുനിന്ന് എത്തി റാഗിംഗ് ചെയ്തതായും പരാതിയിൽ പറയുന്നു. കുട്ടിയുടെ മൊഴിയെടുത്ത് പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കിടെ 9 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് മാർച്ച് നടത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെ കേസ്. ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ 107 പേർക്കെതിരെയാണ് കേസ്. ശസ്ത്രക്രിയയ്ക്കിടെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ 9 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ സമഗ്രാന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസമാണ് ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് നടത്തിയ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ 107 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട്, പ്രസിഡന്റ് MV രതീഷ്, സുഭാഷ് പാടി, ഇമ്മാനുവൽ, സുനിൽകുമാർ, വൈശാഖ്, ദീക്ഷിത എന്നിവർക്കും കണ്ടാലറിയാവുന്ന 100ഓളം പേർക്കെതിരെയുമാണ് കേസെടുത്തത്. പൊതുജന ഗതാഗതവും പൊതുജന സഞ്ചാരവും തടസ്സപ്പെടുത്തി എന്ന കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കുട്ടിയുടെ മരണം സംബന്ധിച്ച് പ്രത്യേക മെഡിക്കൽ ടീം രൂപീകരിച്ച് സമഗ്രാന്വേഷണം നടത്തണം. കുടുംബത്തിന് അടിയന്തരമായി അർഹമായ നഷ്ടപരിഹാരം നൽകണം. ഇയാസിന്റെ സഹോദരങ്ങളുടെ തുടർ പഠനം സർക്കാർ ഏറ്റെടുക്കണം. കൈക്കൂലിക്കാരനായ ഡോക്ടറെ സർവീസിൽ നിന്നും പുറത്താക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഡിവൈഎഫ്ഐ മാർച്ച് നടത്തിയത്. ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ടായിരുന്നു മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കിടെ 9 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ ഉത്തരവാദികളായവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് നാഷണൽ യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് ജനറൽ ആശുപത്രിക്ക് മുന്നിൽ മാർച്ചും ധർണയും നടത്തി. INL ജില്ലാ പ്രസിഡന്റ് അസീസ് കടപ്പുറം ഉദ്ഘാടനം ചെയ്തു. മാർച്ചിൽ സംഘർഷ സാധ്യത ഉണ്ടാകുമെന്ന് കരുതി വൻ സുരക്ഷാ സംവിധാനങ്ങളാണ് പോലീസ് ആശുപത്രി പരിസരത്ത് ഒരുക്കിയത്. കർക്കിടകത്തിലെ ആദിവ്യാധികൾ അകറ്റാൻ കർക്കിടക തെയ്യങ്ങൾ ദേശസഞ്ചാരം തുടങ്ങി. കർക്കിടക തെയ്യങ്ങൾ വീടുകളിൽ എത്തുന്നതോടെ വീടുകളിലെ ആദിവ്യാധികൾ ഒഴിഞ്ഞു എന്നതാണ് വിശ്വാസം. കർക്കിടകം പിറന്നതോടെ ആദിവ്യാധികൾ അകറ്റാൻ കർക്കിടക തെയ്യങ്ങൾ ദേശസഞ്ചാരം തുടങ്ങി. വടക്കേ മലബാറിലെ വീടുകളിലേക്ക് കർക്കിടക തെയ്യങ്ങൾ എത്തുന്നതോടെ പഞ്ഞമാസമായ കർക്കിടകത്തിലെ ആദിവ്യാധികൾ അകന്നു എന്നാണ് വിശ്വാസം.
കർക്കിടക തെയ്യങ്ങൾ വീട്ടിലെത്തി ചെണ്ടയുടെ താളത്തിൽ ചുവടുവെച്ചു കഴിഞ്ഞാൽ വീട്ടിലെ മുതിർന്ന സ്ത്രീ ഗുരുശിവെള്ളം ഉണ്ടാക്കി തിരിയും കത്തിച്ച് വീടിന്റെ മുൻവശത്ത് കൊണ്ടുപോയി ഒഴിക്കുന്നതോടെ വീടും പരിസരവും പരിശുദ്ധമായെന്നാണ് വിശ്വാസം. ആടിവേടൻ ഗളിഞ്ചൻ തെയ്യങ്ങളാണ് കർക്കിടകത്തിൽ വീടുകൾ സഞ്ചരിക്കുന്നത്. ആടിത്തെയ്യം പാർവതിയായും വേടൻ ശിവനായും അർജുനൻ ഗളിഞ്ചനായും വീടുകളിലെത്തുന്നു. ആടിത്തെയ്യം വണ്ണാൻ സമുദായക്കാരും വേടൻ തെയ്യം മലയ സമുദായക്കാരും ഗളിഞ്ചൻ തെയ്യം നെൽക്കത്തായ സമുദായവുമാണ് കെട്ടിയാടാറുള്ളത്. കർക്കിടക മാസം എല്ലാ കൊല്ലം വരുന്നതാണ്. നമ്മളെ മുമ്പേ പൂർവ്വന്മാർ ചെയ്തു വരുന്ന പോലെ നമ്മൾ ഇപ്പോൾ തലമുറയായിട്ട് ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ തെയ്യം എന്ന് പറഞ്ഞാൽ പാർവതിയാണ്. അങ്ങനെ ഇപ്പോൾ കർക്കിടക മാസം 1-ാം തീയതി നമ്മൾ കയറി. അങ്ങനെ ഇന്നത്തെ ദിവസം നമ്മൾ കഴിഞ്ഞു. നമുക്ക് ഇവിടെ ഈ നാട്ടിൽ 15 ദിവസമുണ്ട്. അങ്ങനെ ഇന്നത്തെ ദിവസം നമ്മൾ ഇറങ്ങി. ഇടവഴികളിലൂടെയും റോഡുകളിലൂടെയും പാടവരമ്പുകളിലൂടെയും തെയ്യങ്ങൾ അങ്ങനെ ഓരോ വീടുകളിലും എത്തി അനുഗ്രഹം ചൊരിഞ്ഞ് മടങ്ങുന്നു. വീട്ടിലെത്തി മടങ്ങുമ്പോൾ പണമോ അരിയോ നൽകുന്നത് ആചാരം. ക്യാമറമാൻ ദിനേശ് താനത്തിനൊപ്പം KV സുനിൽകുമാർ, ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. Shopika Weddings, the bridal legacy. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും. കണ്ണെഴുത്തുകോൺ, പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. ഈ വിക്രിയകളെല്ലാം ചെയ്തവൾ എത്തിച്ചേരുന്നത് ഒരു റോബോട്ടിക് ഡെവലപ്പറിലേക്കായിരിക്കാം. ഈ കുത്തിവരകളെല്ലാം നാളത്തെ ഒരു ജനറേറ്റീവ് AI ആർട്ടിസ്റ്റിന്റെ തുടക്കമായിരിക്കാം. അവൻ പഠിപ്പിച്ചു തരുന്നത് ഡാറ്റാ സയൻസിന്റെയും ഡാറ്റ അനാലിസിസിന്റെയും സാധ്യതകൾക്കൊപ്പം സഞ്ചരിക്കാനാണ്. കുട്ടികളുടെ വെക്കേഷൻ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാം. VR, AR, MR എക്സ്പീരിയൻസുകളോടെ റോബോട്ടിക്സ്, AI ഗെയിം ഡിസൈനിംഗ്, കോഡിംഗ്, വ്ലോഗിംഗ് തുടങ്ങി 43ഓളം കോഴ്സുകൾ. GTech, IT മാജിക് വെക്കേഷൻ കോഴ്സുകൾ. ഈ വെക്കേഷൻ ഹൈടെക് ആവാം GTechനൊപ്പം. GTech. കോമ്പറ്റീഷൻ കൂടുതലുള്ള ഇന്നത്തെ ജോബ് മാർക്കറ്റിൽ അപ്ഡേറ്റഡ് സ്കിൽസ് ഉള്ളവർക്കാണ് നല്ല ജോലി. AI എഞ്ചിനീയർ, സൈബർ സെക്യൂരിറ്റി എക്സ്പെർട്ട്, ഡാറ്റ സയന്റിസ്റ്റ് പോലെയുള്ള നിരവധി ഫ്യൂച്ചറിസ്റ്റിക് കരിയറുകൾ ലക്ഷ്യമിടുന്ന നിങ്ങൾക്കായി തയ്യാറാക്കിയ ഫ്യൂച്ചറിസ്റ്റിക് ട്രെയിനിംഗ് സിസ്റ്റം. അവസരങ്ങൾ കാത്തിരിക്കില്ല, നിങ്ങളാണ് അപ്ഡേറ്റ് ആകേണ്ടത്. കോൺടാക്ട് യുവർ നിയറസ്റ്റ് GTech. വാർത്തകൾ തുടരുന്നു. രാമായണ മാസത്തിന് തുടക്കമായി. ഇനിയുള്ള ഒരു മാസക്കാലം ക്ഷേത്രങ്ങളിൽ പാരായണങ്ങളാൽ മുഖരിതമാകും. രാമായണ മാസാചരണത്തിന് വെള്ളിക്കോത്ത് അടോട്ട് വനദുർഗാ ക്ഷേത്രത്തിൽ തുടക്കമായി. അമ്പലങ്ങളിലും വീടുകളിലും രാമായണത്തിന്റെ പൊരുളും നന്മയും പകർന്നു നൽകുന്ന ഒരു മാസമാണ് കർക്കിടക മാസം. രാമനാഥ ധ്വനി മുഴങ്ങുന്ന ധന്യമാസമാണ് കർക്കിടകം. ഒപ്പം മലയാളികളുടെ കലണ്ടറിലെ അവസാന മാസവും. രാമനാമം ജപിക്കുന്നതിലൂടെ മനുഷ്യഹൃദയങ്ങളെ ശുദ്ധീകരിക്കുകയും മോക്ഷപ്രാപ്തിക്ക് അർഹരാക്കുകയും ചെയ്യും എന്നാണ് വിശ്വാസം. കർക്കിടകത്തിലെ കോരിച്ചൊരിയുന്ന മഴയും പഞ്ഞക്കർക്കിടകത്തിലെ പട്ടിണിയുമൊന്നും പഴയ പോലെ ഇപ്പോഴില്ലെങ്കിലും എല്ലാ ദുഃഖങ്ങളും വായിക്കുന്ന അക്ഷര വെളിച്ചമായി രാമായണം മലയാളി ഭവനങ്ങളെ പ്രകാശസാന്ദ്രമാക്കുന്നു.
അജ്ഞാനമാകുന്ന അന്ധകാരം മനസ്സിൽ നിന്നും നീക്കി വിജ്ഞാനത്തിന്റെ പ്രകാശം പരത്തുന്നതിനു വേണ്ടിയാണ് രാമായണ പാരായണം കർക്കിടകത്തിൽ നിർബന്ധമാക്കുന്നത് എന്നാണ് വിശ്വാസം. രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. കർക്കിടക മാസത്തെ പണ്ടുള്ളവർ പറഞ്ഞിരുന്നത് പഞ്ഞമാസമെന്നാണ്. ഈ സമയം മിക്ക വീടുകളിലും ഗണപതി ഹോമവും ഭഗവതി സേവയുമൊക്കെ നടത്തി വരാറുണ്ട്. ഭക്തിയോടെ രാമായണ പാരായണം ചെയ്യുകയോ ശ്രവിക്കുകയോ ചെയ്യുന്നതിലൂടെ തപസ്സിന്റെ പുണ്യം ലഭിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. രാമായണ പാരായണത്തിലൂടെ ചെയ്തുപോയ പാപങ്ങളെ കഴുകി ശുദ്ധമാക്കാൻ കഴിയുമെന്നാണ് വിശ്വാസം. വെള്ളിക്കോത്ത് അടോട്ട് ശ്രീ വനദുർഗാ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി. പി ശശീന്ദ്രൻ മാസ്റ്റർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. കലികാലത്ത് രാമായണ പാരായണം നടത്തേണ്ടതിന്റെയും രാമതത്വം ഉൾക്കൊള്ളേണ്ടതിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരിച്ചു. പാരായണവും രാമായണ മാസാചരണവും കർക്കിടക മാസം മുഴുവൻ ആചരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായാണെന്ന് നമ്മുടെ ഒക്കെ പ്രിയങ്കരായ രവീന്ദ്രൻ മാസ്റ്റർക്ക് വരാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പുറവങ്കര തറവാട്ടിൽപ്പെടുന്ന ശശീന്ദ്രൻ മാഷ് അവർകളാണ് ഇന്ന് നിർവഹിച്ചത്. ഇനി എല്ലാ ദിവസവും രാമായണ പാരായണവും അതിൻ്റേതായ അർത്ഥങ്ങളും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്ന ചടങ്ങുമൊക്കെ നടക്കും. അതുപോലെ എല്ലാ ദിവസവും പായസ വിതരണം നടക്കുന്നുണ്ട്. പായസ വിതരണം എല്ലാവരും ഓരോ ആളുകൾ ഭക്തജനങ്ങൾ സ്പോൺസർ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഓരോ ദിവസം മാറി മാറിയുള്ള പായസമാണ് വിതരണം ചെയ്യുന്നത്. അതിന് ഇതേവരെ അമ്മ ഏകദേശം 35 വർഷത്തോളം ആയി തുടങ്ങിയിട്ട് ഇതുവരെ അതിനൊരു മുടക്കം വരാതെ നടന്നിട്ടുണ്ട്. ഇനിയും അമ്മയും ഗുരുവും നാഗരാജാവും ഒക്കെ സഹായത്തോടു കൂടി നമുക്ക് നിർവഹിക്കാൻ പറ്റും എന്നുള്ള ഉത്തമ വിശ്വാസമാണ് ഉള്ളത്. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് കുന്നത്ത് നാരായണൻ അധ്യക്ഷത വഹിച്ചു. നാരായണൻ പള്ളിക്കാപ്പിൽ, വി രാമചന്ദ്രൻ, പി നിതേഷ് എന്നിവർ സംസാരിച്ചു. പി മോഹൻദാസ് സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളും മാതൃസമിതി അംഗങ്ങളും പങ്കെടുത്തു. എല്ലാ ദിവസവും 5 മണി മുതൽ രാമായണ പാരായണവും ഭജനയും ഉണ്ടായിരിക്കും. ദിനേശ് താനത്ത്, ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പൊതുമേഖലാ ബാങ്കുകൾ സ്വകാര്യവൽക്കരണവും ലയിപ്പിക്കാനുമുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നാവശ്യം. ബാങ്ക് ദേശസാത്കരണ ദിനാചരണത്തിന്റെ ഭാഗമായി സ്റ്റേറ്റ് ബാങ്ക് മേഖലാ ഓഫീസ് പരിസരത്ത് ബഹുജന കൂട്ടായ്മയും ധർണയും നടന്നു. പൊതുമേഖലാ ബാങ്കുകൾ സ്വകാര്യവൽക്കരണവും ലയിപ്പിക്കുവാനുള്ള നീക്കം ഉപേക്ഷിക്കുക, പഞ്ചദിന ബാങ്കിംഗ് നടപ്പിലാക്കുക, ബാങ്കിൽ നിന്ന് വിരമിച്ചവർക്ക് പെൻഷൻ കാലോചിതമായി പരിഷ്കരിക്കുക, വിരമിച്ചവരുടെ മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം വഹിക്കുക, സ്പെഷ്യൽ അലവൻസ് കൂടി റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾക്ക് പരിഗണിക്കുക, ബാങ്കുകളിൽ ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കുക, തൊഴിൽ നിയമ പരിഷ്കാരങ്ങൾ തൊഴിൽ സൗഹൃദമാക്കുക, ബാങ്ക് ജീവനക്കാർക്ക് കരാർ പ്രകാരമുള്ള ഇൻസെന്റീവ് നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബാങ്ക് ദേശസാൽകൃത ദിനാചരണത്തിന്റെ ഭാഗമായി ബാങ്ക് ദേശസാൽക്കരണ ദിനാചരണത്തിന്റെ ഭാഗമായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഓഫീസ് പരിസരത്ത് ബഹുജന കൂട്ടായ്മയും ധർണയും സംഘടിപ്പിച്ചു. സിന്ദാബാദ് സിന്ദാബാദ് ഐക്യമൈക്യം സിന്ദാബാദ് ഇൻക്ലാബ് സിന്ദാബാദ് ദേശസാൽക്കരണവാരം സിന്ദാബാദ്. വിവിധ ബാങ്കുകളുടെ ജീവനക്കാരും ബാങ്കിൽ നിന്ന് വിരമിച്ചവരും വിവിധ ട്രേഡ് യൂണിയൻ പ്രതിനിധികളും കൂട്ടായ്മയിൽ പങ്കെടുത്തു. AIBPARC, AKBRF, NCBE, BEFI എന്നീ സംഘടനാ കൂട്ടായ്മയായ ജോയിന്റ് ഫോറം ഓഫ് സ്റ്റാഫ് ആൻഡ് റിട്ടയേഴ്സിന്റെ നേതൃത്വത്തിലാണ് ധർണയും കൂട്ടായ്മയും നടന്നത്. ധർണ CP നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. എന്നുള്ള രീതിയിൽ ഒക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും ബാങ്കിലെ രാജ്യത്തെ മുതലാളിമാർക്ക് ഈ ബാങ്കിങ്ങിന്റെ സൗകര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടോടുകൂടി ബാങ്കിന്റെ നയങ്ങൾ മാറ്റി എഴുതപ്പെട്ടു എന്നുള്ളതാണ്. അതിനുശേഷം നമുക്കറിയാവുന്നത് ഒരുപാട് മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്.
ഇത്തരത്തിലുള്ള വലിയ വലിയ കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന രീതിയിൽ ബാങ്കിന്റെ നയങ്ങളൊക്കെ മാറുകയും. PPJ നായർ അധ്യക്ഷത വഹിച്ചു. K. രാഘവൻ, VP ശ്രീജിത്ത്, P. പ്രകാശ് എന്നിവർ സംസാരിച്ചു. ജിഷ കൃഷ്ണൻ സ്വാഗതവും P. കുമാരൻ നായർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ 32 പ്രമുഖ ടീമുകൾ പങ്കെടുക്കുന്ന ബാഡ്മിന്റൺ ടൂർണമെന്റും സ്ട്രേറ്റ് ഷൂട്ടേഴ്സ് ബാഡ്മിന്റൺ ഇൻഡോർ സ്റ്റേഡിയം ഉദ്ഘാടനവും ജൂലൈ 19 വെള്ളച്ചാലിൽ നടക്കും. രാവിലെ 10 M. രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കായിക രംഗത്തേക്ക് പുതുതലമുറയിലുള്ളവരെ ഉയർത്തിക്കൊണ്ടുവരിക ലക്ഷ്യമിട്ട് സ്ഥാപിച്ച ബാഡ്മിന്റൺ ഇൻഡോർ സ്റ്റേഡിയം ഉദ്ഘാടനവും കണ്ണൂർ, കാസർഗോഡ് ജില്ലാതല ഷട്ടിൽ ബാഡ്മിന്റൺ ടൂർണമെന്റും ജൂലൈ 19 വെള്ളച്ചാലിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പിന്നെ അധ്യക്ഷൻ ശ്രീ ഇ. കുഞ്ഞിരാമൻ, പ്രസിഡന്റ്, പിലിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ്. ഉദ്ഘാടനം ശ്രീ M. രാജഗോപാലനാണ്, മുൻ MLA. പിന്നെ ശ്രീ P. സുനിൽകുമാർ, ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, കളി ഉദ്ഘാടനം ചെയ്യുന്നത്. പിന്നെ വൈകുന്നേരം 3 മണിക്ക് ടൂർണമെന്റ് ഉണ്ട്. 32 ടീമുകൾ വെച്ചിട്ട് 3 മണിക്ക് ആരംഭിക്കുന്ന ടൂർണമെന്റ് ഉണ്ട്. രാവിലെ 10 മണിക്ക് മുൻ MLA M. രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്യും. പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ. കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിക്കും. കണ്ണൂർ വിജിലൻസ് ഇൻസ്പെക്ടർ P. സുനിൽകുമാർ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് പ്രദർശന മത്സരം നടക്കും. വൈകുന്നേരം 3 മണിക്ക് ക്യാഷ് പ്രൈസുകൾക്കായി കണ്ണൂർ, കാസർഗോഡ് ജില്ലാതല ഷട്ടിൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് തുടങ്ങും. കണ്ണൂർ സർവകലാശാല ചാമ്പ്യനും ചെന്നൈയിൽ BITയിൽ MSc ഡാറ്റാ സയൻസ് വിദ്യാർത്ഥിയുമായ സാരംഗ് ശ്രീകുമാർ ഉൾപ്പെടെ വെള്ളച്ചാൽ പ്രദേശത്തു നിന്ന് ബാഡ്മിന്റൺ താരങ്ങളുണ്ട്. വാർത്താസമ്മേളനത്തിൽ ശ്രീജിത്ത് കരിമ്പിൽ, MTP നൌഷാദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ ഇക്കാര്യം അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള ധനസഹായം വിതരണം ചെയ്തു. 175 പേർക്ക് 5 ലക്ഷം രൂപ വീതമാണ് വിതരണം ചെയ്തത്. 2017 എൻഡോസൾഫാൻ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്ത് പ്രാഥമിക പട്ടികയിൽ ഉൾപ്പെടുകയും എന്നാൽ അന്തിമ പട്ടികയിൽ വരാതെ പോകുകയും ചെയ്ത ദുരിതബാധിതർക്കുള്ള 5 ലക്ഷം രൂപ വീതമുള്ള ധനസഹായ വിതരണം ആരംഭിച്ചു. ഇതുവരെ 175 ഗുണഭോക്താക്കൾക്കായി ആകെ 8,75,00,000 രൂപ ധനസഹായം വിതരണം ചെയ്തതായി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. തഹസിൽദാർമാർ, വില്ലേജ് ഓഫീസർമാർ എന്നിവരുടെ പ്രത്യേക യോഗം വിളിച്ചു ചേർത്താണ് ജില്ലാ കളക്ടർ ധനസഹായ വിതരണ നടപടികൾ വേഗത്തിലാക്കിയത്. 2017 പ്രാഥമിക പട്ടികയിൽ മാത്രം ഉൾപ്പെടുകയും ഇതുവരെ ധനസഹായം ലഭിക്കാതിരിക്കുകയും ചെയ്ത 1031 പേരിൽ ഇനിയും അപേക്ഷ സമർപ്പിക്കാത്തവർ അപേക്ഷിക്കേണ്ടതാണ്. അക്ഷയ സെന്ററുകൾ വഴി അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ട രേഖകൾ ഇവയാണ്: OP നമ്പർ, ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ്, റേഷൻ കാർഡ് എന്നിവയാണ് അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ട രേഖകൾ. കഴിഞ്ഞ വർഷം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ മെഡിക്കൽ ക്യാമ്പുകളിൽ പങ്കെടുത്ത എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പട്ടിക തുടർ നടപടികൾക്കായി ഉടൻ തന്നെ സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കുമെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി. 2017 എൻഡോസൾഫാൻ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്ത് മെഡിക്കൽ ബോർഡ് അംഗീകരിച്ച പ്രാഥമിക പട്ടികയിൽ ഉൾപ്പെടുകയും എന്നാൽ അന്തിമ പട്ടികയിൽ വരാതെ പോകുകയും ചെയ്ത ദുരിതബാധിതർക്കുള്ള ധനസഹായമാണ് നിലവിൽ വിതരണം ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പുതിയ കണ്ടം അടിയാർക്കാവ് ശ്രീ കരിഞ്ചാമുണ്ടിയമ്മ ദേവസ്ഥാനത്ത് കർക്കിടക മാസ സംക്രമപൂജ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ ആഘോഷിച്ചു. 100 കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. പുതിയ കണ്ടം അടിയാർക്കാവ് ശ്രീ കരിഞ്ചാമുണ്ടിയമ്മ ദേവസ്ഥാനത്ത് കർക്കിടക മാസ സംക്രമപൂജ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ ആഘോഷിച്ചു. നൂറുകണക്കിന് ഭക്തജനങ്ങളും പങ്കെടുത്തു. സംക്രമ ദിവസം നടത്തുന്ന സംക്രാന്തി സമാദരം ചടങ്ങിൽ വെച്ച് പ്രശസ്ത ചിത്രകാരൻ അരവിന്ദാക്ഷനെ സദ്ഗമയ തറവാട്ട് കാരണവർ ചന്ദ്രബാബു മേലൊടുക്കം ആദരിച്ചു. ഇന്ത്യൻ ഫുട്ബോളർ മാളവിക സന്നിഹിതയായിരുന്നു. ചടങ്ങിൽ ഭാസ്കരൻ കല്യാൺ റോഡ്, അനിൽകുമാർ കല്യാൺ റോഡ്, സുനിൽകുമാർ കല്യാൺ റോഡ്, രാജു പാണത്തൂർ, മുരളി കല്യാൺ റോഡ്, സുരേഷ് കാസർഗോഡ്, ഉമാ സുരേഷ് ഏരിയാൽ, രാഹുൽ കല്യാൺ റോഡ്, ജിഷ്ണു, വിവേക് മേലൊടുക്കം, ബേബി, ഭവാനി, വാസന്തി, സംക്രമപൂജാ സമിതി, മാതൃസമിതി പ്രവർത്തകർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഒരിടവേള കൂടി. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത്
എന്റെ സ്വർഗത്തിലേക്കാണ്. എന്റെ സ്വന്തം വീട്, എന്റെ സ്വപ്നങ്ങൾക്ക് ചിറകേകിയത് ഈ ആംബിയൻസ് ആണ്. ദ ബെസ്റ്റ് പ്ലേസ് ഓഫ് മൈൻഡ്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. ദ മാസ്റ്റർ ബ്രെയിൻ ബിഹൈൻഡ് മൈ ഡ്രീം. ഇനി മനസ്സിനിണങ്ങിയത് നമ്മുടെ വീടിന്. ദ മാജിക്കൽ ബോണ്ട് ബിറ്റ്വീൻ മീ ആൻഡ് മൈ ഹോം. D&G Furniture and Interiors. അതിനാൽ കാഞ്ഞങ്ങാട്. Furnish your home, furnish your life. Mansoor Hospital and School of Nursing, Kanyangadu. Phone 046722027070. 7 lives. Mansoor Hospital. Dedication, determination and dignity. ഇമ്മാനുവൽ സിൽക്സ് ഷോറൂമുകളിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഫാഷൻ ജിംഗിൾസ്. ഓരോ 3000 രൂപയുടെ പർച്ചേസിനും 500 രൂപയുടെ ഫ്രീ പർച്ചേസ്. വധൂവരന്മാർക്കായി അണിഞ്ഞൊരുങ്ങാൻ വെഡിംഗ് ഫെസ്റ്റ്. വെഡിംഗ് പർച്ചേസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നൽകുന്നു 100% ക്യാഷ് ബാക്ക്. ഇമ്മാനുവൽ സിൽക്സ് വിദേശ മലയാളികൾക്കായി ഒരുക്കുന്നു NRI ഫെസ്റ്റിലൂടെ നേടാം ആകർഷകമായ ഓഫറുകൾ. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷമാക്കാൻ പുത്തൻ സ്റ്റോക്കുകളുമായി വൈവിധ്യങ്ങളായ സാരികൾ, യൂണിഫോം സാരികൾ, ലേറ്റസ്റ്റ് ലേഡീസ് വെയർ, ന്യൂ ട്രെൻഡുകളിലുള്ള കിഡ്സ് കളക്ഷനുകൾ, ജെന്റ്സ് വെയറുകൾ തുടങ്ങിയവ ഇമ്മാനുവൽ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ എക്കണോമി സെക്ഷനിൽ ബൈ 1 ഗെറ്റ് 1 ഓഫറുകളും 99 രൂപ മുതൽ 999 രൂപ വരെയുള്ള വസ്ത്രങ്ങളും. ഈ ക്രിസ്തുമസ് ന്യൂ ഇയർ ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കൂ. ഇമ്മാനുവൽ സിൽക്സ്, മെഗാമാൾ, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. ഓൾസോ അറ്റ് കണ്ണൂർ, ഇരട്ടി ആൻഡ് പട്ടാമ്പി. ഇനി നിങ്ങൾക്കും നഴ്സിംഗ് പഠിക്കാം ഏറ്റവും കുറഞ്ഞ ഫീസിൽ. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷനിലെ ഈ അധ്യയന വർഷത്തെ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്കുള്ള ഫീസ് വെറും 30,000 മാത്രം. +2 കഴിഞ്ഞവർക്ക് ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ 30 വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം, വിദഗ്ധരായ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും സേവനം. ഇനി എന്തിന് മാറി ചിന്തിക്കണം? നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട് ആൻഡ് നീലേശ്വരം. ജൈവജില്ലയായ കാസർഗോഡിന്റെ സ്വന്തം ജൈവവളം ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 100% ജൈവരീതിയിൽ തയ്യാറാക്കുന്ന ജൈവവളം. ജൈവ ഘടകങ്ങൾ കൃത്യമായ അളവിൽ ചേർത്ത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സിംഗിലൂടെ തയ്യാറാക്കുന്ന വളം നിങ്ങളുടെ ഏത് കൃഷിക്കും അത്യുൽപാദന ശേഷി ഉറപ്പുതരുന്നു. കൂടാതെ ജീവാണുവളം ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു. കർഷകർക്കായി പ്രത്യേകം തയ്യാറാക്കുന്ന പച്ച കക്കപ്പൊടി, ചാണകപ്പൊടി, അത്യുൽപാദന ശേഷിയുള്ള തെങ്ങ്, കമുങ്ങ്, മാവ്, പ്ലാവ് തുടങ്ങിയ ഫലവൃക്ഷ തൈകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നു. സ്വന്തം ഫാമിൽ തയ്യാറാക്കുന്ന നാടൻ തേനും ലഭ്യമാണ്. ഇനി നിങ്ങളുടെ കൃഷിയും 100 മേനി വിളയട്ടെ. ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547977188, 8547349188. ഒരു കർഷകന്റെ സംരംഭം. വാർത്തകൾ തുടരുന്നു. വെള്ളിക്കോത്ത് പടിക്കാൽ ക്ഷേത്രത്തിൽ ചെണ്ടാരങ്ങേറ്റം നടന്നു. മടിയൻ രാധാകൃഷ്ണമാരാരുടെ ശിക്ഷണത്തിൽ വെള്ളിക്കോത്ത് വാദ്യകലാവേദിയിലെ 11 കലാകാരന്മാരാണ് ചെണ്ടയിൽ ദ്രുതതാളത്തിൽ വിസ്മയം തീർത്തത്. വാദ്യപരിശീലന കളരിയുടെ ഭാഗമായി വെള്ളിക്കോത്ത് വാദ്യകലാവേദിയുടെ നേതൃത്വത്തിൽ നടന്ന ചെണ്ട പരിശീലനത്തിൽ 1 വർഷക്കാലത്തെ പഠനത്തിനു ശേഷം താളവാദ്യത്തിൽ അറിവ് നേടിയ 11 കലാകാരന്മാർ പടിക്കാൽ ക്ഷേത്ര തിരുസന്നിധിയിൽ വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം ചെണ്ടയിൽ കൊട്ടി കയറിയപ്പോൾ ക്ഷേത്രസന്നിധിയും ആസ്വാദക വൃന്ദവും ഒരുപോലെ ആത്മനിർവൃതിയിലലിഞ്ഞു. ക്ഷേത്രത്തിലെ പ്രത്യേക പ്രാർത്ഥനയ്ക്കും ഗുരുവന്ദനത്തിനും ശേഷം കയ്യും കോലും പഞ്ചാരി 3-ാം കാലത്തിൽ തുടങ്ങി 4-ഉം 5-ഉം കാലങ്ങൾ കൊട്ടിക്കയറിയപ്പോൾ ക്ഷേത്രസന്നിധിയും പരിസരവും താളവാദ്യ ലഹരിയിൽ അലിഞ്ഞു. തുടർന്ന് തീരകലശത്തോടുകൂടിയാണ് വാദ്യവിസ്മയത്തിന് പരിസമാപ്തിയായത്.
അർജുൻ, ധീരവ് വിജയൻ, ജഗന്നാഥ്, സച്ചിൻ കൃഷ്ണ, ശ്രീശിവ്, ആദിദേവ് രമേശ്, അമർനാഥ്, വിഘ്നേഷ് നികേഷ്, അമൻദാസ് സുദേവ്, അക്ഷയ് ദേവ് എന്നീ കലാകാരന്മാരാണ് കേരളത്തിലെ പ്രശസ്ത വാദ്യകലാകാരനായ മടിയൻ രാധാകൃഷ്ണൻ മാരാരുടെ ശിക്ഷണത്തിൽ ചെണ്ടയിൽ അരങ്ങേറ്റം കുറിച്ചത്. ഒപ്പം വലം തലയിൽ മടിയൻ ശ്രീധര മാരാർ, ചെറുവത്തൂർ വിനോദ് മാരാർ, മടിയൻ ഗോപകുമാർ മാരാർ, സിദ്ധാർത്ഥ് മാവുങ്കാൽ, ഇലത്താളവുമായി വിവേക് കണ്ണൻ, രാഹുൽ കണ്ണൻ, അഭിരാം, പ്രണവ് മടിക്കൈ, കൊമ്പും കുഴലുമായി സതീഷ് മടിക്കൈ, നീലേശ്വരം പ്രസാദ്, നിവേദ് വെള്ളിക്കോത്ത്, ശ്രീരാഗ് കാഞ്ഞങ്ങാട്, ജയൻ ലാലൂർ, ഭുവൻദാസ് എന്നിവരും വാദ്യമേളത്തിന് അകമ്പടിയേകി. മേളത്തിന് സാക്ഷ്യം വഹിക്കാൻ നിരവധി ആസ്വാദകർ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. ബാലകൃഷ്ണൻ പാലക്കി, ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വെള്ളിക്കുന്നത്ത് ഭഗവതികാവിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി. ജൂലൈ 16 മുതൽ ഓഗസ്റ്റ് 17 വരെയാണ് രാമായണ മാസാചരണ പരിപാടികൾ നടക്കുന്നത്. ഭക്തിയും വിഭക്തിയും ചേർന്നതാണ് രാമായണം. ശ്രീരാമ കഥകൾ കൊണ്ട് കർക്കിടക മാസത്തെ ഭക്തിസാന്ദ്രമാക്കാൻ വീണ്ടും ഒരു രാമായണ മാസം കൂടി ആഗതമായിരിക്കുകയാണ്. ആധ്യാത്മിക രഹസ്യങ്ങളും ധർമ്മതത്വങ്ങളുമാണ് രാമായണത്തിൽ പറയുന്നത്. ഭക്തിപൂർവം രാമായണം പാരായണം ചെയ്യുമ്പോൾ മനസ്സും ശരീരവും ഭവനങ്ങളും ദേവാലയങ്ങളും ഗ്രാമവും സംശുദ്ധമാകുന്നുവെന്നാണ്. രാമന്റെ യാത്ര എന്നാണ് രാമായണത്തിനർത്ഥം. വാൽമീകി മഹർഷി രചിച്ച രാമായണം കാവ്യരൂപത്തിലുള്ള ആദ്യ കൃതിയാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. അതുകൊണ്ട് ഇത് ആദിമകാവ്യം എന്നും അറിയപ്പെടുന്നു. വെള്ളിക്കുന്നത്ത് ഭഗവതികാവിൽ ഈ വർഷത്തെ രാമായണ മാസാചരണത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തുടക്കം കുറിച്ചു. ജൂലൈ 16 മുതൽ ഓഗസ്റ്റ് 17 വരെയാണ് രാമായണ മാസാചരണ പരിപാടികൾ നടക്കുന്നത്. പരിപാടിയുടെ ഭാഗമായി ജൂലൈ 17 രാവിലെ ഗണപതി ഹോമവും തുടർന്ന് വൈകിട്ട് രാമായണ പാരായണത്തിനും തുടക്കമായി. ക്ഷേത്രം മേൽശാന്തി മാധവൻ നമ്പൂതിരി ഭദ്രദീപം കൊളുത്തിയതോടുകൂടി ചടങ്ങുകൾക്ക് തുടക്കമായി. പി സുധാകരൻ നായരുടെ നേതൃത്വത്തിലാണ് സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും അടക്കമുള്ളവർ രാമായണ പാരായണം നടത്തുന്നത്. ക്ഷേത്രം പ്രസിഡന്റ് പി ബാലകൃഷ്ണൻ അധ്യക്ഷനായി. കെ കൃഷ്ണൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. ബാലകൃഷ്ണൻ പാലക്കി, ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. റിഫോസ് എനർജി പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പുതിയ ബ്രാഞ്ച് ഉദ്ഘാടനം നടന്നു. ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം MP രാജ്മോഹൻ ഉണ്ണിത്താൻ നിർവഹിച്ചു. റിഫോസ് എനർജി പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പുതിയ ബ്രാഞ്ച് ഉദ്ഘാടനം കാഞ്ഞങ്ങാട് മോൾ ഓഫ് ഇന്ത്യയിലെ ഫസ്റ്റ് ഫ്ലോറിൽ വെച്ച് നടന്നു. ബ്രാഞ്ച് ഉദ്ഘാടനം MP രാജ്മോഹൻ ഉണ്ണിത്താൻ നിർവഹിച്ചു. പിന്നെ നമുക്ക് വിദ്യുത് ശക്തി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത് കാറ്റിൽ നിന്നാണ്. തമിഴ്നാട്ടിലൂടെയൊക്കെ പോകുമ്പോൾ നമ്മൾ വിൻമില്ല് കണ്ടിട്ടുണ്ട്. ആ വിൻമില്ലിൻ്റെ പ്രവർത്തന ഫലമായി കാറ്റിൽ നിന്ന് വിദ്യുത് ശക്തി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. സമുദ്രത്തിലെ തിരമാലകളിൽ നിന്ന് വിദ്യുത് ശക്തി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജലവൈദ്യുത പദ്ധതിയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. വൈദ്യുതിയുടെ ഉപയോഗം ഓരോ ദിവസം കഴിയുമ്പോഴും കൂടി വരുന്നു എന്നുള്ളതാണ് സങ്കല്പം. മാത്രമല്ല 2013 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ മൻമോഹൻ സിംഗ് ഓൺ നേഷൻ, ഓൺ ഗ്രിഡ്, ഓൺ ഫ്രീക്വൻസി എന്നുള്ള ഒരു മുദ്രാവാക്യം ആവിഷ്കരിച്ചുകൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളെയും ഒരു ഗ്രിഡാക്കി മാറ്റുകയും
ഏത് സംസ്ഥാനത്തു നിന്ന് വേണമെങ്കിലും വിദ്യുത് ശക്തി വാങ്ങാമെന്നുള്ളൊരു നിയമം കൊണ്ടുവരികയും ചെയ്തതോടുകൂടിയാണ് കേരളം അടക്കമുള്ള ചില സംസ്ഥാനങ്ങൾ വൈദ്യുതി ഉൽപ്പാദന രംഗത്ത് മികവ് പുലർത്തുന്ന പല സംസ്ഥാനങ്ങളിൽ നിന്നും വളരെ കുറഞ്ഞ നിരക്കിൽ വിദ്യുത് ശക്തി വാങ്ങിച്ച് നമ്മുടെ കേരളത്തിലെ കൺസ്യൂമേഴ്സിന് നൽകിക്കൊണ്ടിരുന്നത്. MLA അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, നഗരസഭാ ചെയർമാൻ VV രമേശൻ, വാർഡ് കൗൺസിലർ PV ചന്ദ്രൻ മാസ്റ്റർ, റിഫോസ് എനർജി ടെക്നിക്കൽ അഡ്വൈസർ സീതാരാമൻ P എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. റിഫോസ് എനർജി മാനേജിംഗ് ഡയറക്ടർ ആസാദ് ഹംസ മുഖ്യപ്രഭാഷണം നടത്തി. റിഫോസ് ഡയറക്ടർ സ്വാലിഹ് ബക്കർ സ്വാഗതവും ഉണ്ണി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് തോയമ്മൽ കവ്വായി മൂലോത്തുംകുഴി ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ചു. ക്ഷേത്രം മേൽശാന്തി മാങ്കുളം സത്യൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ മഹാഗണപതി ഹോമവും നടന്നു. കാഞ്ഞങ്ങാട് തോയമ്മൽ കവ്വായി മൂലോത്തുംകുഴി ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കം കുറിച്ചു. ക്ഷേത്രം മേൽശാന്തി മാങ്കുളം സത്യൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ മഹാഗണപതി ഹോമം നടന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും അഷ്ടദ്രവ്യ ഗണപതി ഹോമവും ജൂലൈ 24-നും ഓഗസ്റ്റ് 14-നും ക്ഷേത്രത്തിൽ ഭഗവതി സേവയും ഉണ്ടായിരിക്കും. കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി രാമായണ പ്രഭാഷണം ഉണ്ടാകും. ക്ഷേത്രം പ്രസിഡന്റ് M കുഞ്ഞികൃഷ്ണൻ, ക്ഷേത്രം സെക്രട്ടറി KV രാജേന്ദ്രൻ, ട്രഷറർ ഡോക്ടർ P പവിത്രൻ, ഗണേശൻ കണ്ടത്തിൽ, അഭിലാഷ് തോയമ്മൽ, ഷൈജു തോയമ്മൽ, പ്രമോദ് തോയമ്മൽ, ജയന്തൻ തോയമ്മൽ, ഗിരീഷൻ C, കുഞ്ഞിരാമൻ V, ശശി കവ്വായി, മാതൃസമിതി അംഗങ്ങൾ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി തായന്നൂർ വില്ലേജിലെ മലയാറ്റുകരയിൽ പ്രവർത്തിക്കുന്ന കരിങ്കൽ ക്വാറിയുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് എണ്ണപ്പാറ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന അനിശ്ചിതകാല സത്യാഗ്രഹ സമരം 100 ദിവസം പിന്നിട്ടു. 100ാം ദിവസമായ ചൊവ്വാഴ്ച വൈകിട്ട് തായന്നൂർ വില്ലേജ് ഓഫീസിനു മുന്നിൽ നാട്ടുകാർ മനുഷ്യച്ചങ്ങല തീർത്തു. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി തായന്നൂർ വില്ലേജിലെ മലയാറ്റുകരയിൽ പ്രവർത്തിക്കുന്ന കരിങ്കൽ ക്വാറിയുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് എണ്ണപ്പാറ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന അനിശ്ചിതകാല സത്യാഗ്രഹ സമരം 100 ദിവസം പിന്നിട്ടു. 100ാം ദിവസമായ ചൊവ്വാഴ്ച വൈകിട്ട് തായന്നൂർ വില്ലേജ് ഓഫീസിന് മുന്നിൽ നാട്ടുകാർ മനുഷ്യച്ചങ്ങല തീർത്തു. ക്വാറി മാഫിയ എന്നത് കരിങ്കൽ ക്വാറികളെ മാത്രം നിയന്ത്രിക്കുന്ന ഒരു കൂട്ടമല്ലെന്നും നമ്മുടെ പ്രകൃതിയെയും മണ്ണിനെയും കുടിവെള്ളത്തെ പോലും ഊറ്റിവീർക്കുന്ന ഒരു സംഘമാണെന്നും പ്രമുഖ സാമൂഹ്യ പരിസ്ഥിതി പ്രവർത്തകൻ N സുബ്രഹ്മണ്യൻ പറഞ്ഞു. കാരണം ഇന്നത്തെ കേരളത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിൻ്റെ ഇരകൾ മാത്രം സമരം ചെയ്യുന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ രാഷ്ട്രീയം എന്നൊക്കെ പറയുന്നത് മനുഷ്യനെ പൊതുവായി ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ നയങ്ങളും നിലപാടുകളും സഹായങ്ങളും എത്തിക്കുന്ന സംവിധാനത്തെയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. പരാജയമെങ്കിൽ പരാജയം, വിജയമെങ്കിൽ വിജയം എന്ന് പറഞ്ഞാൽ അനാഥമാക്കപ്പെട്ട ഒരു ജനത താമസിക്കുന്ന കേരളത്തിലാണ് ഇന്ന് നമ്മൾ പാർക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് രക്ഷകരാരും മുകളിൽ നിന്ന് ഇറങ്ങി വരാനൊന്നുമില്ല, രക്ഷകരാരുമില്ല. അപ്പോ ഇവിടെ അനുഭവിക്കുന്ന മനുഷ്യർ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നു. 100 ദിവസമായി ഈ സമരം തുടങ്ങിയിട്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 100 ദിവസം നമ്മുടെ അധികാരികളുടെ മുന്നിൽ നിരന്തരമായി ഇവിടെയുള്ള ഈ വിഷയങ്ങൾ ഉന്നയിച്ചിട്ടും അത് കേൾക്കാൻ തയ്യാറാകുന്ന ഒരു സംവിധാനം ഇവിടെ ഇല്ല എന്നാണ് അത് വ്യക്തമാക്കുന്നത്. ഖനനത്തിന്റെ ദൂരപരിധി മറ്റ് സംസ്ഥാനങ്ങളിൽ 200 മീറ്റർ മുതൽ 500 മീറ്റർ വരെയാണ്. എന്നാൽ കേരളത്തിൽ സർക്കാർ അത് 50 മീറ്ററാക്കി ചുരുക്കിയെന്നും അദ്ദേഹം പറഞ്ഞു. ജനകീയ ചെയർമാൻ മധു നർക്കല അധ്യക്ഷത വഹിച്ചു. പരിസ്ഥിതി പ്രവർത്തകൻ KRC തായന്നൂർ പ്രകൃതി സംരക്ഷണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നേതാവ് M ഗോപാലൻ മാസ്റ്റർ, ജില്ലാ പരിസ്ഥിതി പ്രവർത്തകരായ VK വിനയചന്ദ്രൻ മാസ്റ്റർ, സുഭാഷ് ചീമേനി, ശില്പരാജ്, പഞ്ചായത്ത് അംഗം സജിത ശ്രീകുമാർ, കുമാരൻ തോട്ടത്തിൽ, ഷിൻസ് ജോർജ്, രാജീവൻ ചീരാൽ, MD രാജൻ, ചന്ദ്രൻ വേങ്ങച്ചേരി എന്നിവർ സംസാരിച്ചു. രമേശൻ മലയാറ്റുകര സ്വാഗതവും VK രാജൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കർണാടക ബണ്ട്വാളിൽ പ്രണയനൈരാശ്യത്തെ തുടർന്ന് 21-കാരിയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതി പിടിയിൽ.
വാമഞ്ചൂർ പച്ചനാടി സ്വദേശി ചേതനാണ് പിടിയിലായത്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ റാഗിംഗ് പരാതിയിൽ 13 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു. 1ാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ് റാഗിംഗിനിരയായത്. ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കിടെ 9 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് മാർച്ച് നടത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെ കേസ്. 9 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ ഉത്തരവാദികളായവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് നാഷണൽ യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് ജനറൽ ആശുപത്രിക്ക് മുന്നിലേക്ക് മാർച്ചും ധർണയും നടത്തി. കർക്കിടകത്തിലെ ആദിവ്യാധികൾ അകറ്റാൻ കർക്കിടക തെയ്യങ്ങൾ ദേശസഞ്ചാരം തുടങ്ങി. കർക്കിടക തെയ്യങ്ങൾ വീടുകളിൽ എത്തുന്നതോടെ വീടുകളിലെ ആദിവ്യാധികൾ ഒഴിഞ്ഞു എന്നതാണ് വിശ്വാസം. രാമായണ മാസത്തിന് തുടക്കമായി. ഇനിയുള്ള 1 മാസക്കാലം ക്ഷേത്രങ്ങളിൽ പാരായണങ്ങളാൽ മുഖരിതമാകും. പൊതുമേഖലാ ബാങ്കുകൾ സ്വകാര്യവൽക്കരണവും ലയിപ്പിക്കാനുമുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നാവശ്യം. ബാങ്ക് ദേശോദ്ഘാടന ദിനാചരണത്തിന്റെ ഭാഗമായി സ്റ്റേറ്റ് ബാങ്ക് മേഖലാ ഓഫീസ് പരിസരത്ത് ബഹുജന കൂട്ടായ്മയും ധർണയും നടന്നു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.